ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ടീച്ചേഴ്സ് എവറിഡേ ഡയലോഗ്സ് ആണ് നോക്കുന്നത്. ഈ വീഡിയോ ടീച്ചേഴ്സ് ആവാനായിട്ട് പോകുന്ന കുട്ടികൾക്ക് അതല്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഗുഡ് മോർണിംഗ് എവ്രി വൺ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഒരു വൈകുന്നേരത്തെ ക്ലാസ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് എവ്രി വൺ എന്നൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ റിപ്ലൈ പറയും. അതിനുശേഷം നമ്മൾ കുട്ടികളോട് ഇരിക്കാനായിട്ട് പറയണം. കുട്ടികൾ എന്തായാലും എണീറ്റ് നിന്നിട്ടായിരിക്കും വിഷയം അല്ലേ? സോ നമ്മൾ അവരോട് ഇരിക്കാൻ എങ്ങനെയാണ് പറയുക? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് ഇരിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഇരിക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. പറഞ്ഞു നോക്കുക കേട്ടോ. ഇത് പറയുന്നത് നിങ്ങൾക്ക് സ്പേസ് തരുമ്പോൾ നിങ്ങളത് പറയണം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഇനി നമുക്ക് തുടങ്ങാം എന്നെങ്ങനെ പറയാം? ക്ലാസ് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ പറഞ്ഞു. പിന്നെ എല്ലാവരോടും ഇരിക്കാനായിട്ട് എങ്ങനെ പറയാം? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി എന്ന് പറയണം. നമുക്ക് ക്ലാസ് തുടങ്ങാം എന്നാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാം. ഇനി നമുക്ക് അറ്റൻഡൻസ് എടുക്കണം അല്ലേ? ക്ലാസ് ടീച്ചർ ആണെങ്കിൽ അറ്റൻഡൻസ് എടുക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ്? ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കുട്ടികളുടെ പേര് വിളിക്കാം. എല്ലാവരും പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? വി ആർ ഓൾ ഹിയർ അല്ലേ? വി ആർ ഓൾ ഹിയർ. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? വി ആർ ഓൾ ഹിയർ. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു അപ്രീസിയേഷനൊക്കെ കൊടുക്കാമല്ലോ. ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ അപ്രീസിയേഷൻ കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എവ്രി വൺ. പിന്നെ കുട്ടികളോട് പറയുന്നത് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. വി ആർ ഓൾ ഹിയർ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകണമെന്ന് എങ്ങനെ പറയാം? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ഏതാ ടോപ്പിക് എന്ന് വെച്ചാൽ അത് പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. കണ്ടോ? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ടോപ്പിക്കിൻ്റെ പേര്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ അത് പറയും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അങ്ങനെ പറയാം. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എന്നാണ് പറയാം. ഇനി കുട്ടികളോട് പുസ്തകം തുറക്കാൻ പറയണം. അതെങ്ങനെയാണ് പറയുക? എന്നിട്ട് ഇന്ന പേജിലേക്ക് എടുക്കാൻ പറയണം. ഇന്ന പേജ് എടുക്കാൻ പറയണം. അതെങ്ങനെയാണ് പറയുക? പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 10. പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 15. ഓക്കെ, ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇന്ന പേജ് എടുക്കുക. പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് എന്നാണ് പറയേണ്ടത്. പിന്നെ ഇന്നലെ എന്താണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്നലെ എന്താ പഠിച്ചത് എന്നൊന്ന് ആരെങ്കിലും പറയാമോ, ഓർമ്മിപ്പിക്കാമോ എന്നെങ്ങനെ കുട്ടികളോട് ചോദിക്കാം? ക്യാൻ സംവൺ റിമൈൻഡ് അസ് വാട്ട് വി ഡിസ്കസ്ഡ് ലാസ്റ്റ് ക്ലാസ്? ക്യാൻ സംവൺ റിമൈൻഡ് അസ് വാട്ട് വി ഡിസ്കസ്ഡ് ലാസ്റ്റ് ക്ലാസ്? ഓക്കെ, ക്യാൻ സംവൺ റിമൈൻഡ് അസ് വാട്ട് വി ഡിസ്കസ്ഡ് ലാസ്റ്റ് ക്ലാസ്? ഓക്കെ, അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് ആണെങ്കിൽ ദാറ്റ്സ് കറക്റ്റ്, വെൽ റിമെമ്പേർഡ് എന്ന് പറയാം. കറക്റ്റായിട്ട് ഓർത്തിരുന്നു. എന്നിട്ട് നമുക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ എങ്ങനെയാണ് പറയുക? നൗ ലെറ്റ് us ബിൽഡ് ഓൺ ദാറ്റ്. അതിൽ തന്നെ ഒന്നുകൂടി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. നൗ ലെറ്റ് us ബിൽഡ് ഓൺ ദാറ്റ് എന്നാണ് പറയാം. ഓക്കെ, പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ബോർഡിൽ നോക്കണം എന്നെങ്ങനെ പറയുക? വാച്ച് ദ ബോർഡ് ആസ് ഐ എക്സ്പ്ലെയിൻ. വാച്ച് ദ ബോർഡ്. എന്താണ്? വാച്ച് ദ ബോർഡ് ആസ് ഐ എക്സ്പ്ലെയിൻ. നിങ്ങൾ ബോർഡ് വാച്ച് ചെയ്യണം. വാച്ച് ദ ബോർഡ് ആസ് ഐ എക്സ്പ്ലെയിൻ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബോർഡ് നോക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി കുട്ടികളോട് ഇന്ന എക്സസൈസ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം എന്ന് എങ്ങനെയാണ് പറയാം? പ്ലീസ് കംപ്ലീറ്റ് എക്സസൈസ് 3 അല്ലെങ്കിൽ എക്സസൈസ് 4 ഓൺ പേജ് നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് പറയാം. ഓൺ പേജ് 10. നിങ്ങൾക്ക് എത്ര ടൈം തരാമെന്ന് എങ്ങനെയാണ് പറയാം? യു ഹാവ് 10 minutes. യു ഹാവ് 5 minutes. യു ഹാവ് 3 minutes. കണ്ടോ, നിങ്ങൾക്ക് എത്ര ടൈം തരാമെന്ന് യു ഹാവ് എന്ന് പറഞ്ഞിട്ട് എത്ര മിനിറ്റ്സ് ആണെന്ന് വെച്ചാൽ
അത് പറയണം. ഇനി ക്ലാസ് തീരുന്നതിനൊക്കെ മുമ്പ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നെങ്ങനെയാണ് ചോദിക്കുക? ബിഫോർ വി ഫിനിഷ് എനി ക്വസ്റ്റ്യൻസ്, കണ്ടോ, എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എനി ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർ ചോദിച്ചോളൂ. പിന്നെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഫോർ ഹോംവർക്ക് പ്ലീസ് കംപ്ലീറ്റ്. ഏത് ഹോംവർക്കാണെന്ന് വെച്ചാൽ അത്. ആൻഡ് ബ്രിങ് ഇറ്റ് ഫോർ അവർ നെക്സ്റ്റ് ക്ലാസ്. ബ്രിങ് ഇറ്റ് ഫോർ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. അപ്പോൾ എന്നിട്ട് പിന്നെ ക്ലാസ് അവസാനിക്കുമ്പോൾ താങ്ക് യു ഫോർ യുവർ ഫോക്കസ് ടുഡേ, സി യു നെക്സ്റ്റ് ടൈം. താങ്ക് യു ഫോർ യുവർ ഫോക്കസ് ടുഡേ, സി യു നെക്സ്റ്റ് ടൈം. സോ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക, ടീച്ചേഴ്സിൻ്റെ ക്ലാസ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ്.